Hello students and everyone. എല്ലാവർക്കും നമസ്കാരം. ഇംഗ്ലീഷ് റീഡിംഗ് എക്സസൈസ് വിത്ത് വൊക്കാബുലറിയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് മറ്റൊരു പുതിയ ഒരു പാരഗ്രാഫും അതിൽ വരുന്ന വേർഡ്സിൻ്റെ മീനിങ്ങുമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഓൾറെഡി 2 സെഷൻ ഇതിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ എക്സസൈസ് അല്ലെങ്കിൽ മൂന്നാമത്തെ സെഷനാണ്. അതുപോലെ നമുക്ക് ഈ പാരഗ്രാഫ് ഒന്ന് വായിക്കാം. AI or artificial intelligence can be transformative. Soon, it may even become indispensable. But the rapid scaling of technology must not come at the cost of users' safety and privacy. The move fast and break things attitude that has long characterized Silicon Valley is not compatible with the difficult task of building public trust. As it continues to seek safe harbor protections, Big Tech must ensure that stronger safeguards are built into a technology that is rapidly getting integrated into the daily life of users. Until then, calls for legal immunity and public confidence will ring hollow. ഈ പാരഗ്രാഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർമ്മിത ബുദ്ധി. ഇപ്പോൾ നമ്മൾ പൊതുവെ എല്ലായിടവും ചർച്ച ചെയ്യപ്പെടുന്നതും ഇപ്പോൾ ജനറലായിട്ട് പലയിടത്തും പൊതുവെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെ ഒരു ടെർമിനോളജിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രകൃത്യാ ഉള്ളതല്ല, മാൻമെയ്ഡ് മനുഷ്യനിർമ്മിതമായിട്ടുള്ള എന്നൊക്കെയുള്ളതാണ്. അതിൻ്റെ എതിരാണ് നാച്ചുറൽ എന്നുള്ളത്. ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ മാൻമെയ്ഡ് എന്നുള്ള, ആർട്ടിഫിഷ്യൽ ഇക്വൽ ടു മാൻമെയ്ഡ് എന്ന് പറഞ്ഞാൽ മനുഷ്യനിർമ്മിതം. അതിൻ്റെ ഓപ്പോസിറ്റാണ് നാച്ചുറൽ, പ്രകൃതിയാണുള്ളത്, റിയൽ എന്നൊക്കെ ഉള്ളത്. ഇൻ്റലിജൻസ് പറഞ്ഞാൽ ബുദ്ധി നമുക്കറിയാം, ഇൻ്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാൻ ബി ട്രാൻസ്ഫോർമേറ്റീവ്. ട്രാൻസ്ഫോർമേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫോം ചെയ്യാന്ന് എന്താണ്, ചേഞ്ച് ചെയ്യാന്നുള്ളതാണ്. ട്രാൻസ്ഫോം എന്ന് വെച്ചാൽ ചേഞ്ച് ചെയ്യാന്ന്. ദാറ്റ് ഇൻസിഡന്റ് ട്രാൻസ്ഫോംഡ് മീ എ ലോട്ട്. ആ സംഭവം എന്നെ ഒത്തിരി മാറ്റി എന്നുള്ളതാണ്. ട്രാൻസ്ഫോർമേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്കിംഗ്, ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മീനിങ് കോസ് എ മേജർ ചേഞ്ച്, മേക്ക് എ മേജർ ചേഞ്ച് ടു സമൺ ഓർ സംതിങ്. എന്തോന്നിനെങ്കിലും അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ് ട്രാൻസ്ഫോർമേറ്റീവ് എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് AI ക്യാൻ ബി ട്രാൻസ്ഫോർമേറ്റീവ് എന്നാണ്. എന്നുവെച്ചാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നതിനെയാണ് ട്രാൻസ്ഫോർമേറ്റീവ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫോർമേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജിയാണ്. ടെക്നോളജി ഈസ് ട്രാൻസ്ഫോർമേറ്റീവ് എന്നുള്ളതാണ്. മനസ്സിലായല്ലോ. സൂൺ, സൂൺ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ. സൂൺ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. സൂൺ മീൻസ് ആസ് സൂൺ ആസ് പോസിബിൾ, ആസ് സൂൺ ആസ് ക്വിക്ലി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. സൂൺ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ അർത്ഥം നോക്കാം. അത് ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല, എന്നാലും സൂൺ റാപ്പിഡ്ലി എന്നൊക്കെയുള്ള അർത്ഥം വരുന്നത് പെട്ടെന്ന്. ക്വിക്ലി, QICKLY, ക്വിക്ലി. റാപ്പിഡ്ലി, റാപ്പിഡ്ലി പെട്ടെന്നുള്ള, റാപ്പിഡ് എന്നുള്ള എൻ്റെ യൂസാണ് റാപ്പിഡ്ലി എന്നുള്ളത്. ഷോർട്ട്ലി, പെട്ടെന്ന് തന്നെ. ഇപ്പൊ പെട്ടെന്ന് തന്നെ എന്ത്, സൂൺ ഇറ്റ് മേ ഈവൻ ബിക്കം, ഇറ്റ് മീൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ സൂചിപ്പിക്കാൻ ഇവിടെ ഇട്ട് ഉപയോഗിക്കാം. സൂൺ പെട്ടെന്ന് തന്നെ ഇത് ഇറ്റ് മേ ഈവൻ ബിക്കം ആയിത്തീരും. ഇറ്റ് മേ ഈവൻ ബിക്കം ഇൻഡിസ്പെൻസിബിൾ. ഇൻഡിസ്പെൻസിബിൾ ഒഴിവാക്കാൻ പറ്റാത്ത, എസെൻഷ്യൽ വളരെ പ്രധാനപ്പെട്ട, നെസസറി, റിക്വയർഡ്, വെരി ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ ഉള്ള. ഇതിന് ഇൻഡിസ്പെൻസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഅവോയ്ഡബിൾ എന്നാണ്. ഇൻഡിസ്പെൻസിബിൾ, ഇൻഡിസ്പെൻസിബിൾ, അൺഅവോയ്ഡബിൾ, ഒഴിവാക്കാൻ പറ്റാത്തത്.
പെട്ടെന്ന് തന്നെ, വളരെ സമീപ ഭാവിയിൽ തന്നെ, അല്ലെങ്കിൽ വളരെ വേഗം തന്നെ ഇത് മനുഷ്യരുടെ ജീവിതത്തിൽ, ഇന്നത്തെ ലോകത്ത് മനുഷ്യരുടെ ജീവിതത്തിൽ ഇത് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇറ്റ് മേ ഈവൻ ബിക്കം, മേ ആണ് ഉപയോഗിക്കുന്നത്, ഷുവർ അല്ല. മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഷുവർ അല്ല, മനസ്സിലായില്ല. ഇറ്റ് മേ ഈവൻ ബിക്കം, അതായിത്തീരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇൻഡിസ്പെൻസിബിൾ എന്ന് പറഞ്ഞാൽ അൺഅവോയ്ഡബിൾ എന്നുള്ളതാണ്, എസെൻഷ്യൽ, ഒഴിവാക്കാൻ പറ്റാത്തത്, വളരെ അത്യാവശ്യമായിട്ടുള്ളത്. നമുക്കറിയാം, ഓക്സിജൻ ഈസ് ഇൻഡിസ്പെൻസിബിൾ ടു ഇൻഡിസ്പെൻസിബിൾ ടു ഓൾ ലിവിങ് ക്രീച്ചേഴ്സ് എന്നൊക്കെ പറയാം. ലിവിങ് ക്രീച്ചേഴ്സ് ഇല്ലേ, എന്നുവെച്ചാൽ ജീവനുള്ള എല്ലാ ജീവികൾക്കും ഓക്സിജൻ അത്യന്താപേക്ഷിതമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത എന്നുള്ള അർത്ഥം വരുന്നതാണ്. മനസ്സിലായല്ലോ. അല്ലെങ്കിൽ വാട്ടർ ഇസ് ഇൻഡിസ്പെൻസിബിൾ ടു ഹ്യൂമൻ ബീയിങ്സ്, അല്ലെങ്കിൽ ടു ഓൾ ലിവിങ് ക്രീച്ചേഴ്സ് പറയാം. ഓക്കെ. അടുത്ത സെന്റൻസ്, ബട്ട് ദ റാപ്പിഡ് സ്കെയിലിംഗ് ഓഫ് ടെക്നോളജി. റാപ്പിഡ് മീൻസ് പെട്ടെന്ന്. മുമ്പേ നമ്മൾ പറഞ്ഞ റാപ്പിഡ് എന്ന് വെച്ചാൽ ക്യുക്ക് എന്നുള്ള അർത്ഥമാണ്. ക്യുക്ക്, റാപ്പിഡ് പ്രോഗ്രസ്. ഹിസ് റാപ്പിഡ് പ്രോഗ്രസ് സർപ്രൈസ്ഡ് ഓൾ ഓഫ് us. ഞങ്ങളെ എല്ലാവരെയും അതിശയിപ്പിച്ചു അവൻ്റെ പെട്ടെന്നുള്ള മുന്നേറ്റം അല്ലെങ്കിൽ വിജയം എന്നൊക്കെയുള്ള അർത്ഥം വരാം. റാപ്പിഡ് എന്ന് പറഞ്ഞാൽ ക്യുക്ക് എന്നുള്ള അർത്ഥം, പെട്ടെന്ന്. സ്പീഡി, സ്വിഫ്റ്റ് എന്നുള്ളതിൻ്റെ അർത്ഥം, സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ളതാണ്. സ്വിഫ്റ്റ്, SWIFT. സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ക്യുക്ക് എന്നുള്ള അർത്ഥം. ക്യുക്ക്, സ്വിഫ്റ്റ്ലി, ക്യുക്ക്ലി, പെട്ടെന്ന്. ഇറാൻ, സ്വിഫ്റ്റ്ലി, വളരെ പെട്ടെന്ന് ഓടി. അല്ലെങ്കിൽ ഹി ഡിസപ്പിയേർഡ്, ഹി അല്ലെങ്കിൽ ഷീ ഡിസപ്പിയേർഡ്. സ്വിഫ്റ്റ്ലി അല്ലെങ്കിൽ ക്യുക്ക്ലി, മനസ്സിലല്ല. ഇങ്ങനെയൊക്കെ അർത്ഥം എന്നാണ് സ്വിഫ്റ്റ്ലി, ക്യുക്ക്ലി എന്നൊക്കെ പറയുന്നത്. അപ്പം ദ റാപ്പിഡ് സ്കെയിലിംഗ് ഓഫ് ടെക്നോളജി. സ്കെയിലിംഗ് എന്നാൽ ഉയരത്തിലേക്ക് പോകുന്ന, അസെൻഡ് ചെയ്യുക, ക്ലൈംബിങ് അപ്പ്, ഗോയിങ് അപ്പ്, മൂവിങ് അപ്പ് എന്നൊക്കെ. സ്കെയിലിംഗ് ഓഫ് ടെക്നോളജി എന്ന് വെച്ചാൽ ഈ ടെക്നോളജിയുടെ വളരെ പെട്ടെന്നുള്ള വളർച്ച, മുന്നോട്ടുള്ള പോക്ക് എന്നൊക്കെ. റാപ്പിഡ് സ്കെയിലിംഗ് ഓഫ് ടെക്നോളജി എന്ന് പറയുന്നത്. റാപ്പിഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ അസെൻഡിങ് ഓർഡർ എന്ന് കേട്ടില്ല. അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ എന്ന് കേട്ടില്ല. അസെൻഡിങ് ഓർഡർ നമുക്കറിയാം. അസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ മുകളിലോട്ടുള്ള. ഡിസെൻഡിങ് അതിൻ്റെ ഡിസെൻഡിങ് എന്ന് പറഞ്ഞാൽ, അസെൻഡിങ് ഓർഡർ മേളിലോട്ട് 1, 2, 3. ഡിസെൻഡിങ് ഓർഡറിൽ 10, 9, 8, മുകളിൽ നിന്ന് താഴോട്ട് ഡിസെൻഡ് ചെയ്യുക, താഴോട്ട് കയറുക. അസെൻഡ് ചെയ്യാൻ മുകളിലോട്ട് പോകുക. ഇപ്പോൾ റാപ്പിഡ് സ്കെയിലിംഗ് ഓഫ് ടെക്നോളജി എന്നാൽ ടെക്നോളജിയുടെ പെട്ടെന്നുള്ള വളർച്ച, അല്ലെങ്കിൽ മുകളിലോട്ട് പോകുന്ന ഒരവസ്ഥ. മസ്റ്റ് നോട്ട് കം അറ്റ് ദ കോസ്റ്റ് ഓഫ് യൂസേഴ്സ് സേഫ്റ്റി. ഉപയോഗിക്കുന്നവരുടെ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ രക്ഷ, പരിരക്ഷ. അവരുടെ പരിരക്ഷയും പ്രൈവസിയും. പ്രൈവസി കഴിഞ്ഞാൽ അവരുടെ എന്താണ് പറയുന്നത്, സ്വകാര്യതയും. പ്രൈവസി എന്ന് പറഞ്ഞാൽ സീക്രസി, കോൺഫിഡൻഷ്യാലിറ്റി എന്നൊക്കെ നമ്മൾ പറയാം. എന്നുവെച്ചാൽ ഒരു വ്യക്തിയുടെ പ്രൈവസി എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ സ്വകാര്യതയാണ്. അത് ഉപയോഗിക്കുന്നവരുടെ സേഫ്റ്റിയും സ്വകാര്യതയും ഒന്നും തന്നെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലായിരിക്കരുത് ടെക്നോളജിയുടെ വളർച്ച, വളരെ പെട്ടെന്നുള്ള വളർച്ച. ദ റാപ്പിഡ് സ്കെയിലിംഗ് ഓഫ് ടെക്നോളജി മസ്റ്റ് നോട്ട് കം അറ്റ് ദ കോസ്റ്റ് ഓഫ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സേഫ്റ്റിയുടെയും പ്രൈവസിയുടെയും അതിനെ ലംഘിച്ചുകൊണ്ടായിരിക്കും എന്നാണ്
at the cost of user safety. At the cost of user safety എന്ന് പറഞ്ഞാൽ ടെക്നോളജി വളരെ നോക്കൊള്ളാം, പക്ഷെ അത് ഉപയോഗിക്കുന്നവരുടെ സേഫ്റ്റിക്കും പ്രൈവസിക്കും ഒന്നും യാതൊരു പ്രശ്നവും ഉണ്ടാക്കരുത് എന്നാണ്. ദ മൂവ് ഫാസ്റ്റ് ആൻഡ് ബ്രേക്ക് തിങ്സ് ആറ്റിറ്റ്യൂഡ് സമീപനം എന്നുള്ളത് അല്ലേ? ആറ്റിറ്റ്യൂഡ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ദാറ്റ് ഹാസ് ലോങ് ക്യാരക്ടറൈസ്ഡ് സിലിക്കോൺ വാലിയുടെ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിലിക്കോൺ വാലി അമേരിക്കയിലെ ടെക്നോളജിയുടെ ഹബ്ബാണ്. ടെക്നോളജി അമേരിക്കയിൽ ഇപ്പം നമുക്കൊരു ബാംഗ്ലൂർ ഇസ് ദ സിലിക്കോൺ വാലി ഓഫ് ഇന്ത്യ എന്ന് പറയാം. ബാംഗ്ലൂർ ഈസ് ദി സിലിക്കോൺ വാലി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സിലിക്കോൺ വാലിയാണ് ബാംഗ്ലൂർ. സിലിക്കോൺ വാലി അമേരിക്കയിലെ ഒരു സ്ഥലമാണ്. അവിടെയാണ് ടെക്നോളജിയുടെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ ഹബ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ സിലിക്കോൺ വാലിയുടെ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മൂവ് ഫാസ്റ്റ് ആൻഡ് ബ്രേക്ക് തിങ്സ്, എന്ന് വെച്ചാൽ ടെക്നോളജി പെട്ടെന്ന് മാറുന്നത് കൊണ്ടും, കാരണം ഇന്ന് ഒരു ടെക്നോളജി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നാളെ അത് ഔട്ട് ഓഫ് ഡേറ്റ് ആകുന്നു, അല്ലെങ്കിൽ പുതിയ ടെക്നോളജി ഉണ്ടാകുന്നു, അതിനെ വെല്ലുന്ന രീതിയിലുള്ള ടെക്നോളജി നാളെ ഉണ്ടാകുന്നു. അപ്പോൾ പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയും പഴയതിനെ ഇല്ലാതാക്കുകയും ബ്രേക്ക് ചെയ്യുകയും ചെയ്യുന്നത് മനസ്സിലായല്ലോ. തച്ചുടയ്ക്കുന്ന സിലിക്കോൺ വാലിയുടെ ഒരു ആറ്റിറ്റ്യൂഡുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് സിലിക്കോൺ വാലിയെ സവിശേഷ ഉള്ളതാക്കി തീർക്കുന്നത്. അത് ഈസ് നോട്ട് compatible with the difficult task of building public trust. ഇപ്പൊ ക്യാരക്ടറൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിപ്പിഫൈഡ്, ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയുടെ ഹീസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇൽ ടെമ്പർ എന്നോ എന്തിനാണ് പറയാം. ഇൽ ടെമ്പർ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ഒരു സ്വഭാവ സവിശേഷത ഉണ്ട് പുള്ളിക്കെന്നാണ് പറയുന്നത്. ഹീസ് ക്യാരക്ടറൈസ്ഡ് ബൈ ജനറോസിറ്റി ടുവേർഡ്സ് അതേഴ്സ്. മറ്റുള്ളവരുടെ ദയ കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സവിശേഷതയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്വഭാവം, സവിശേഷത ഒക്കെ ഉള്ളതാണ്. ക്യാരക്ടറൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സവിശേഷതയുള്ള എന്നുള്ള. സിലിക്കോൺ വാലിയുടെ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂവ് ഫാസ്റ്റ് ആൻഡ് ബ്രേക്ക് തിങ്സ് ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ അത് ഈസ് നോട്ട് കമ്പാറ്റബിൾ എന്ന് പറഞ്ഞാൽ മാച്ച് ആവുന്നില്ല. എന്തുമായിട്ട് മാച്ച് ആവുന്നില്ല? കമ്പാറ്റബിൾ എന്ന് പറഞ്ഞാൽ വെൽ സ്യൂട്ടഡ്, മാച്ചിങ്, സിമിലർ എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. ഈ സിലിക്കോൺ വാലിയുടെ ഈ സവിശേഷത മാച്ച് ആവുന്നില്ല വിത്ത് ദ ഡിഫിക്കൽട്ട് ടാസ്ക് ഓഫ് ബിൽഡിംഗ് പബ്ലിക് ട്രസ്റ്റ്. പബ്ലിക് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ, ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫെയ്ത്ത് ആണ്, വിശ്വാസം. പബ്ലിക് ട്രസ്റ്റ് അതിന് മുമ്പ് ടാസ്ക് എന്ന് പറഞ്ഞ വാക്കുണ്ട്. ടാസ്ക് എന്ന് പറഞ്ഞാൽ ജോലി, ഡ്യൂട്ടി, മിഷൻ എന്നൊക്കെ ഉള്ളതാണ്. ഡിഫിക്കൽട്ട് ടാസ്ക് ഓഫ് എന്ന് വെച്ചാൽ ഡിഫിക്കൽട്ട് ടാസ്ക് എന്ന് പറഞ്ഞാൽ വളരെ വിഷമമേറിയൊരു ജോലിയാണ്. എന്ത്? ബിൽഡിംഗ് പബ്ലിക് ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ആ ഡിഫിക്കൽട്ട് ടാസ്കുമായിട്ട് മാച്ച് ചെയ്യാത്ത സവിശേഷതയാണ് സിലിക്കോൺ വാലിയുടെ മൂവ് ഫാസ്റ്റ് ആൻഡ് ബ്രേക്ക് തിങ്സ് ആറ്റിറ്റ്യൂഡ് എന്ന്. ബിൽഡിംഗ് പബ്ലിക് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളിൽ വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വളരെ പ്രയാസമേറിയ ജോലി ആയിട്ട് ഇത് കമ്പാറ്റബിൾ അല്ല, മാച്ച് ആവുന്നില്ല, സ്യൂട്ട് ആവുന്നില്ല സിലിക്കോൺ വാലിയുടെ ഈ സവിശേഷത എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതുവരെ പഠിച്ച വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേറ്റീവ് ആണ്. ട്രാൻസ്ഫോർമേറ്റീവ് എന്ന് പറഞ്ഞാൽ കോസ് എ മേജർ ചേഞ്ച് ടു സമ്മൺ ഓർ സംതിങ്, മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന. ഇൻഡിസ്പെൻസിബിൾ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാൻ കഴിയാത്ത, എസെൻഷ്യൽ. റാപ്പിഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ അസെൻഡിങ്, മുകളിലോട്ട് പോകുന്നതിനാണ്. ഉയർച്ചയിലേക്ക് പോകുന്നതിനാണ് സ്കെയിലിംഗ് എന്ന് പറയുന്നത്. റാപ്പിഡ് സ്കെയിലിംഗ് ഓഫ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ സാങ്കേതിക വിദ്യ.
സേഫ്റ്റി, പ്രിവസി. പ്രിവസി എന്ന് പറഞ്ഞാൽ സ്വകാര്യത എന്നുള്ള അർത്ഥമാണ്. കോൺഫിഡൻഷ്യാലിറ്റി. ആറ്റിറ്റ്യൂഡ് സമീപനമാണ്. ക്യാരക്ടറൈസ് എന്ന് പറഞ്ഞാൽ സവിശേഷ സ്വഭാവമുള്ള. കമ്പാറ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള പ്രൊണൗൺസിയേഷൻ കേൾക്കാം. കമ്പാറ്റബിൾ എന്നാണ്. കമ്പാറ്റബിൾ എന്ന് പറഞ്ഞാൽ സ്യൂട്ട് ആവും, വെൽ മാച്ച് ആവുന്ന, അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന എന്നൊക്കെയുള്ള അർത്ഥം അതാണ് കമ്പാറ്റബിൾ. പിന്നെ ഡിഫിക്കൽട്ട് ടാസ്ക് എന്ന് പറഞ്ഞാൽ ജോലി അല്ലെങ്കിൽ ദൗത്യം എന്നൊക്കെയുള്ള അർത്ഥമാണ്. പബ്ലിക് ട്രസ്റ്റ്, പബ്ലിക് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ വിശ്വാസം ഉണ്ടാക്കി, അല്ലെങ്കിൽ ജനങ്ങളെ വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ബിൽഡിംഗ് പബ്ലിക് ട്രസ്റ്റ്. ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്നുള്ള അർത്ഥം. അപ്പം ഇത്രയാണ് നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട വാക്കുകൾ. ഇനി അടുത്തത് ആസ് ഇറ്റ് കണ്ടിന്യൂസ് ടു സീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്വേഷിക്കുക, കണ്ടുപിടിക്കുക, പിന്തുടരുക എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. ട്രൈ ടു ഫൈൻഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ട്രൈ ടു ഫൈൻഡ്. പേഴ്സ്യൂ പിന്തുടരുക, അല്ലെങ്കിൽ സെർച്ച്. ഐ ആം സീക്കിംഗ് എ സ്യൂട്ടബിൾ ജോബ്. എനിക്ക് പറ്റിയൊരു ജോലി ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേണമെങ്കിൽ അങ്ങനെ അർത്ഥത്തിലാണ് നമുക്കിവിടെ സീക്ക് എന്നുള്ളത്. ആസ് ഇറ്റ് കണ്ടിന്യൂസ് ടു സീക്ക്, അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആസ് ഇറ്റ് കണ്ടിന്യൂസ് ടു സീക്ക് സേഫ് ഹാർബർ പ്രൊട്ടക്ഷൻസ്. ഇവിടെ എന്നുള്ളത് സേഫ് ഹാർബർ പ്രൊട്ടക്ഷൻ. എന്ന് പറഞ്ഞാൽ സേഫ് ഹാർബർ എന്ന് പറഞ്ഞാൽ നമുക്ക് കപ്പലുമായിട്ടും പോർട്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊരു വാക്കാണ് ഹാർബർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഹാർബർ പോർട്ട് അല്ലേ? എന്താണ് സീ പോർട്ട് നമ്മൾ കേട്ടില്ലേ? അതാണ് പോർട്ട് അല്ലെങ്കിൽ ഡോക്ക് എന്നൊക്കെ പറയുന്നത് ഹാർബർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആങ്കറേജ് എന്നൊക്കെ പറയാം. അപ്പം അങ്ങനെയുള്ള സേഫ് ഹാർബർ എന്ന് പറഞ്ഞാൽ നമുക്ക് പൊതുവേ ഈ ഒരു യൂസേജ് എന്ന് പറഞ്ഞാൽ സേഫ് ഹാർബർ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നൊരു സ്ഥലമാണ്. ഏതെങ്കിലും ഒരു ആക്രമണത്തിനെതിരെ നമ്മൾ എവിടെയെങ്കിലും അഭയം പ്രാപിക്കുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ മോശമായിട്ടുള്ള കാലാവസ്ഥകളൊക്കെ വരുമ്പം, ഇപ്പം ഇത് പൊതുവെ കപ്പൽ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പം കടലിൽ ഭയങ്കരമായിട്ട് കാലാവസ്ഥ ഭയങ്കര മോശം, ഭയങ്കര തിരയും ഒക്കെ ആകുമ്പം കപ്പൽ ഏതെങ്കിലും പോർട്ടിലേക്ക് അടുപ്പിച്ച് വളരെ സേഫായിട്ട് അവിടെ അവർ നിലകൊള്ളുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അതിന് സേഫ്. അപ്പം അങ്ങനെയുള്ള ഹാർബർ അല്ലെങ്കിൽ പോർട്ടിനെ നമുക്ക് സേഫ് ഹാർബർ എന്ന് പറയാം. പൊതുവെ അത് അർത്ഥമാക്കുന്നത് പ്രൊട്ടക്ഷൻ കിട്ടുന്ന സ്ഥലങ്ങളാണ് നമുക്ക് സേഫ് ഹാർബർ എന്ന് പറയുന്നത്. മനസ്സിലാക്കുക? സേഫ് ഹാർബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്ന, ഏതെങ്കിലും നമുക്ക് അനുകൂലമല്ലാത്ത ഒരു സാഹചര്യത്തിൽ നിന്നും നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്ന സ്ഥലമാണ് സേഫ് ഹാർബർ. സീക്ക് എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക, കണ്ടുപിടിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്, അല്ലെങ്കിൽ പിന്തുടരുക എന്നൊക്കെയുള്ള. പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആശ്രയം ലഭിക്കുക, സഹായം ലഭിക്കുക എന്നൊക്കെയുള്ള പ്രൊട്ടക്ഷൻ. അപ്പോൾ ആസ് ഇറ്റ് കണ്ടിന്യൂസ് ടു സീക്ക് സേഫ് ഹാർബർ പ്രൊട്ടക്ഷൻസ്. ഈ ബിഗ് ടെക് കമ്പനീസ് അവരെപ്പോഴും വലിയ കമ്പനികളായതുകൊണ്ട് അവർക്ക് ഗവൺമെൻറ്റിൻ്റെയൊക്കെ സപ്പോർട്ട്, അതായത് രാജ്യങ്ങളിലെ ഗവൺമെൻറ്റുകളുടെ ഭരണകൂടത്തിൻ്റെയൊക്കെ സപ്പോർട്ടുകൾ കിട്ടുന്നത് കൊണ്ട്, അല്ലെങ്കിൽ കിട്ടുന്നതിന് വേണ്ടി അവർ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ശ്രമം തുടരുന്നതുകൊണ്ട് ബിഗ് ടെക്
ബിഗ് ടെക് ബിഗ് ടെക്നോളജി എന്നുള്ളതാണ് മനസ്സിലായത്. ടെക് എന്നത് ടെക്നോളജിയുടെ ഷോർട്ട് ഫോമാണ്. ടെക്നോളജി, ടെക് കമ്പനീസ് എന്നുവെച്ചാൽ ടെക്നോളജി കമ്പനീസ് എന്നുള്ളതാണ്. ടെക്നോളജി കമ്പനീസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ആപ്പിൾ, ഗൂഗിൾ ഇതുപോലുള്ള കമ്പനീസ് ഒക്കെ തന്നെയാണ് ടെക്നോളജി കമ്പനീസ് പറഞ്ഞാൽ. എന്നുവെച്ചാൽ അത്യാധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കമ്പനികൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികൾ ആണ് ടെക് കമ്പനീസ് എന്ന് പറയുന്നത്, ടെക്നോളജി കമ്പനീസ്. അപ്പോൾ ഈ ബിഗ് ടെക് എന്ന് പറഞ്ഞാൽ വലിയ കമ്പനികൾ, ഗൂഗിൾ അല്ലെങ്കിൽ പിന്നെ ഫേസ്ബുക്ക്, ഇങ്ങനെയൊക്കെയുള്ള കമ്പനികളാണ്, യൂട്യൂബ്, ഇതൊക്കെയാണ് ബിഗ് ടെക് കമ്പനീസ് എന്നൊക്കെ പറയും. ബിഗ് ടെക് മസ്റ്റ് എൻഷുർ, അവർ ഉറപ്പാക്കണം, ദാറ്റ് സ്ട്രോങ്ങർ സേഫ് ഗാർഡ്സ് ആർ ബിൽറ്റ് ഇൻ ടു. സ്ട്രോങ് പറഞ്ഞാൽ വളരെ ശക്തിയുള്ള, ബലമുള്ള എന്നൊക്കെയുള്ള. അപ്പം ഈ ബിഗ് ടെക്നോളജി കമ്പനീസ് അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി ശ്രമിക്കുന്നത് ഒക്കെ കൊള്ളാം. പക്ഷേ അതോടൊപ്പം തന്നെ അവരെന്ത് ചെയ്യണം? അവർ ഉറപ്പ് വരുത്തണം. എൻഷുർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉറപ്പാക്കുക എന്നുള്ളതാണ്. എൻഷുർ, കൺഫേം, മേക്ക് ഷുവർ, ഉറപ്പ് വരുത്തണം. ഒറ്റ അർത്ഥം മനസ്സിലാക്കിയത് മേക്ക് ഷുവർ. എൻഷുർ എന്ന് പറഞ്ഞാൽ മേക്ക് ഷുവർ എന്നുള്ള അർത്ഥം. അല്ലെങ്കിൽ മേക്ക് സർട്ടൺ, ഉറപ്പ് വരുത്തുക, തീർച്ച വരുത്തുക. ബിഗ് ടെക്നോളജി കമ്പനീസ് തീർച്ചയായിട്ടും ഉറപ്പ് വരുത്തണം. മസ്റ്റ് എൻഷുർ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും, മസ്റ്റ് എൻഷുർ ദാറ്റ് സ്ട്രോങ്ങർ എന്ന് പറഞ്ഞാൽ വളരെ ബലമുള്ള, ശക്തിയുള്ള എന്നൊക്കെയുള്ള അർത്ഥമാണ് സ്ട്രോങ്ങർ. സേഫ് ഗാർഡ്സ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ, വളരെ ബലമുള്ള എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ബലമുള്ള ടെക്നോളജിയുടെ കാര്യമല്ല പറയുന്നത്. ഫിസിക്കൽ, ശാരീരികമായിട്ട് ബലത്തിനല്ല പറയുന്നത്, ശാരീരിക ബലത്തിന് സ്ട്രോങ് എന്ന് പറയാം. ഹീസ് മച്ച് സ്ട്രോങ്ങർ എന്ന് പറയാം, മച്ച് സ്ട്രോങ്ങർ അല്ലേ. അല്ലെങ്കിൽ ദാറ്റ് ടെക്നോളജി ഈസ് stronger. That technology is stronger than its competitors. അല്ലേ, അവരുടെ എതിരാളികളുടെ ടെക്നോളജിയേക്കാൾ വളരെ സ്ട്രോങ്ങർ ആണ് എന്നുവെച്ചാൽ വളരെ പവർഫുൾ ആണെന്നുള്ള അർത്ഥം. അപ്പോൾ അത് ഫിസിക്കൽ പവറിന് മാത്രമല്ല സ്ട്രോങ് എന്ന് ഉപയോഗിക്കുന്നത്, ബാക്കി ഇന്റലക്ച്വലി ഈ സ്ട്രോങ് എന്ന് പറയുന്നത് അല്ലേ. ഈ ഇന്റലക്ച്വലി he or she is stronger എന്ന് പറയാം. സ്ട്രോങ്ങർ അല്ല, ഇമോഷണലി he is stronger than his brother എന്നൊക്കെ പറയാം. ബ്രദറിനേക്കാളിൽ വൈകാരികമായിട്ട് വളരെ ശക്തിയുള്ള, അല്ലെങ്കിൽ ഒരു അല്പം കൂടെ സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയാണ് എന്നുള്ള അർത്ഥത്തില്ല. അപ്പം സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ബലമുള്ള, ശക്തിയുള്ള എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പം സ്ട്രോങ് ആയിട്ടുള്ള സേഫ് ഗാർഡ്സ്, പ്രൊട്ടക്ഷൻ ആർ ബിൽറ്റ് ഇൻ ടു എ ടെക്നോളജി. ബിൽറ്റ് ഇൻ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്നിനകത്തിൽ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കാര്യമാണ്. ബിൽറ്റ് ഇൻ ടെക്നോളജി എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. BUILT, ബിൽറ്റ് ഇൻ ടെക്നോളജി എന്നുവെച്ചാൽ ഏതെങ്കിലും ഇപ്പം നമ്മുടെ മൊബൈലിനകത്തിലൊക്കെ ഏതെങ്കിലും ഒരു പ്രത്യേകതരം ടെക്നോളജി അത് ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ അതിനകത്ത് ഉൾപ്പെടുത്തുന്നതിനാണ് ബിൽറ്റ് ഇൻ എന്ന് പറയുന്നത്. ബിൽഡ് ഇൻ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു മേക്ക് സംതിങ് എ പെർമനന്റ് പാർട്ട് ഓഫ് എ സ്ട്രക്ചർ. ഏതെങ്കിലും ഒന്നിനെ നമ്മളൊരു എന്തെങ്കിലും നിർമ്മിക്കുമ്പോഴോ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴോ അതിൻ്റെ സ്ഥിരമായിട്ടുള്ളൊരു ഭാഗമാക്കി എടുക്കുന്ന ആ ഒരു പ്രക്രിയയാണ് ബിൽറ്റ് ഇൻ ടു എന്ന് പറയുന്നത്. ബിൽഡ് ഇൻ ടു എന്ന് പറയുന്നത് അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ബിൽറ്റ് ഇൻ ടു എന്ന് പറയുന്നത്. അപ്പോൾ ടെക്നോളജിയിൽ ഈ ബിഗ് ടെക് കമ്പനീസ് അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി ശ്രമിക്കുന്നതും തുടരുന്നതിനോടൊപ്പം തന്നെ ഈ ടെക്നോളജി അത് നിർമ്മിക്കുമ്പോൾ അതിനകത്തിൽ
സ്ട്രോങ് ആയിട്ടുള്ള സേഫ് ഗാർഡ്സ്, സ്ട്രോങ് അല്ല സ്ട്രോങ് ആയിട്ടുള്ള സേഫ് ഗാർഡ്സ്, പ്രൊട്ടക്ഷൻ, അതിനോടൊപ്പം തന്നെ ആ ടെക്നോളജിയിൽ ഉൾപ്പെടുത്തുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. ബിൽഡ് ഇൻ മേക്ക് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ്, അവിഭാജ്യമായിട്ടുള്ളൊരു ഘടകമാക്കി മാറ്റിയെടുക്കുക, അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കണം. മനസ്സിലായില്ലേ? അതായത് ടെക്നോളജി അവരുണ്ടാക്കുമ്പോൾ ഈ പറഞ്ഞ പ്രൊട്ടക്ഷൻ, സ്ട്രോങ്ങർ സേഫ് ഗാർഡ്സ്, സേഫ് ഗാർഡ്സ് ഏതിനെക്കുറിച്ചായിരിക്കും? സേഫ് ഗാർഡ് പ്രൊട്ടക്ഷൻ, ഡിഫെൻസ്, സേഫ്റ്റി മെഷർ എന്നൊക്കെ ഉണ്ടാവും, നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ സേഫ്റ്റി മെഷർ, സുരക്ഷാ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള നടപടികൾ, മെഷറാണ് സേഫ് ഗാർഡ് എന്ന് പറഞ്ഞാൽ. സേഫ് ഗാർഡ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. സേഫ് ഗാർഡ് ഓഫ് ഹിസ് പ്രോപ്പർട്ടി, സേഫ് ഗാർഡിങ് ഹിസ് പ്രോപ്പർട്ടി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. സേഫ് ഗാർഡ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നൊക്കെ. അല്ലെങ്കിൽ നമുക്ക് പറയാം ദി മിലിറ്ററി സേഫ് ഗാർഡ്സ് ദി നാഷണൽ ബോർഡർ, അല്ലേ? രാജ്യത്തിൻ്റെ അതിർത്തി കാത്തു സൂക്ഷിക്കുന്നതാണ്, കാത്തു സൂക്ഷിക്കുന്നതാണ് സേഫ് ഗാർഡ് ചെയ്യാൻ, പ്രൊട്ടക്ട് ചെയ്യാൻ നിൽക്കുന്നത്. ദ മിലിറ്ററി സേഫ് ഗാർഡ്സ് നാഷണൽ ബോർഡർ, അല്ലേ? അപ്പം അങ്ങനെ അർത്ഥം വരുന്നതാണ്. സേഫ് ഗാർഡിൽ കാത്തു സൂക്ഷിക്കുക, പ്രൊട്ടക്ട് ചെയ്യുക എന്നൊക്കെ. അപ്പോൾ ടെക് കമ്പനീസ് മസ്റ്റ് എൻഷുർ, ഉറപ്പുവരുത്തണം ദാറ്റ് സ്ട്രോങ്ങർ സേഫ് ഗാർഡ്സ്, വളരെ സ്ട്രോങ്ങർ ആയിട്ടുള്ള, ബലവത്തായിട്ടുള്ള സേഫ് ഗാർഡ്സ്, പ്രൊട്ടക്ഷൻ ആർ ബിൽറ്റ് ഇൻ ടു ടെക്നോളജി, ഇൻ ടു എ ടെക്നോളജി, ടെക്നോളജിയുടെ ഒരു ഭാഗമാക്കണം സേഫ് ഗാർഡ്സ് എന്നുള്ളത്, പ്രൊട്ടക്ഷൻ എന്നുള്ളത്. ആൻഡ് ദാറ്റ് ടെക്നോളജി ദാറ്റ് ഈസ് റാപ്പിഡ്ലി ഗെറ്റിംഗ് ഇൻറ്റഗ്രേറ്റഡ് ഇൻ ടു ദ ഡെയിലി ലൈഫ് ഓഫ് യൂസേഴ്സ്. എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള ആൾക്കാർ ലോകത്തെല്ലായിടത്തും ഡെയിലി നമ്മൾ ഈ ടെക്നോളജിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ടെക്നോളജി നമ്മൾ ഉപയോഗിക്കുന്ന പൊതുവായിട്ട് നമുക്കറിയാം, മൊബൈൽ, സ്മാർട്ട് ഫോൺ, ഐഫോൺസ്, പിന്നെ മറ്റു പലതരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജി, പലതരം സോഫ്റ്റ്വെയർസ്, ആപ്ലിക്കേഷൻസ്, ഇതൊക്കെ തന്നെ ഡെയിലി ലോകത്തുള്ള ആൾക്കാരെല്ലാം കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നവരുടെ മുമ്പേ നമ്മൾ പറഞ്ഞ അവരുടെ സേഫ്റ്റിയും പ്രൈവസിയും വയലേറ്റ് ചെയ്തുകൊണ്ടായിരിക്കരുത് ഈ ടെക്നോളജിയുടെ മുന്നേറ്റം. അപ്പോൾ അങ്ങനെ ടെക്നോളജി മുന്നേറുമ്പോൾ ഈ ബിഗ് ടെക് കമ്പനീസ് അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി ശ്രമിക്കുകയും അത് തുടരുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇത് യൂസ് ചെയ്യുന്ന, എന്നുവെച്ചാൽ അവരുടെ കസ്റ്റമേഴ്സ് ഉള്ള ജനങ്ങളുടെ, മനസ്സിലല്ല, സേഫ്റ്റിയും മുമ്പേ പറഞ്ഞ പ്രൈവസിയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അവർ ബാധ്യസ്ഥരാണ്. അപ്പം അങ്ങനെ ടെക്നോളജിയിൽ ഈ പറഞ്ഞ ഒരു എലമെൻറ്റൂടെ, സേഫ് ഗാർഡുടെ, പ്രൊട്ടക്ഷനും കൂടെ അത് ഉൾപ്പെടുത്തണമെന്നാണ് പറയുന്നത്. ബിൽറ്റ് ഇൻ ടു നമ്മൾ പറഞ്ഞു, ഏതെങ്കിലും ഒന്നിൻ്റെ അവിഭാജ്യ ഘടകമാക്കി മാറ്റുക എന്നുള്ളതാണ് ബിൽഡ് ഇൻ ടു എന്നുള്ളത്, മനസ്സിലാവില്ല. പിന്നെ സേഫ് ഗാർഡ് കഴിഞ്ഞാൽ പ്രൊട്ടക്റ്റ് ചെയ്യുക, എൻഷുർ കഴിഞ്ഞാൽ ഉറപ്പുവരുത്തുക എന്നുള്ളത്. ഇൻ്റഗ്രേറ്റഡ്, റാപ്പിഡ്ലി എന്ന് മുമ്പേ നമ്മൾ പറഞ്ഞതാണ്, പെട്ടെന്ന്, വളരെ ദ്രുതഗതിയിൽ, ത്വരിതഗതിയിൽ എന്നൊക്കെ പറഞ്ഞില്ലേ, പെട്ടെന്ന്, റാപ്പിഡ്ലി, ക്വിക്ലി, ഗെറ്റിംഗ് ഇൻ്റഗ്രേറ്റഡ് ഇൻ ടു, ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സ്, ഫിറ്റ് ഇൻ, ജോയിൻ ഇൻ, ആഡ്, ഇൻകോർപ്പറേറ്റ് എന്നൊക്കെ. എന്നുവെച്ചാൽ ഡെയിലി യൂസ് ഓഫ് യൂസേഴ്സ്. ഇപ്പം നമ്മൾ യൂട്യൂബും ഫേസ്ബുക്കും അതുപോലുള്ള ടെക്നോളജിയും ഒക്കെ തന്നെ നമ്മൾ ഇന്ന് സർവ്വസാധാരണമായിട്ട് എല്ലാവരും എപ്പോഴും ഉപയോഗിക്കുന്നതായതുകൊണ്ട് ഡെയിലി യൂസ് എന്ന് പറഞ്ഞാൽ നിത്യേനയുള്ള ഉപയോഗം, ഡെയിലി യൂസ് ഓഫ് യൂസേഴ്സ്. യൂസേഴ്സ് പറഞ്ഞാൽ കൺസ്യൂമേഴ്സ്, അല്ലെങ്കിൽ ഡെയിലി യൂസ് ഓഫ് ദ പീപ്പിൾ. യൂസ് ചെയ്യാനും ഉപയോഗിക്കുക. യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ, യൂസ് നമുക്കറിയാം എന്താണെന്നുള്ളത്. ഈ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, ഏതെങ്കിലും ഉപയോഗിക്കുന്ന, പിന്നെ യൂസ് ഓഫ് ടെക്നോളജി, യൂസ് ഓഫ് ടെക്നോളജി, യൂസേഴ്സ് ഓഫ് ടെക്നോളജി, യൂസേഴ്സ് ഓഫ് ടെക്നോളജി എന്നുവെച്ചാൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർ, യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. യൂസേഴ്സ് ഓഫ് പ്രോഡക്റ്റ്, ഉൽപ്പന്നങ്ങളുടെ ഉപയോഗിക്കുന്നവർ, ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവർ. അപ്പോൾ അതാണ് യൂസേഴ്സ് എന്ന് പറയുന്നത്. യൂസ് എന്ന് പറഞ്ഞാൽ ഉപയോഗം, യൂസേഴ്സ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്, ഏതെങ്കിലും ഒരു കാര്യം ഉപയോഗിക്കുന്നതിനാണ്
ആൾക്കാരെയാണ് യൂസേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ യൂസേഴ്സിൻ്റെ പിന്നെ അവർ ഡെയിലി അവരുടെ നിത്യജീവിതത്തിൽ ഈ പറഞ്ഞ ടെക്നോളജി എല്ലാം ഉപയോഗിക്കുന്നതായതുകൊണ്ട് അവരുടെ നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ടെക്നോളജി എല്ലാം മാറിക്കഴിഞ്ഞു. ടെക്നോളജി ഇൻ്റഗ്രേറ്റഡ് ഉണ്ട്. ആർക്കും നമുക്കിത് ഇല്ല. നമ്മൾ ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ സ്മാർട്ട് ഫോണൊന്നും ഐഫോണും എല്ലാം ഉപയോഗിക്കുന്നവരാണ്, ടെക്നോളജി ഉപയോഗിക്കുന്നവരാണ്, ഡാറ്റ ഉപയോഗിക്കുന്നവരാണ്, ടെക്നോളജി ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലോകത്ത് നിങ്ങൾ എന്ന് പറഞ്ഞാൽ ടെക്നോളജി കമ്പനീസ് ഈ യൂസേഴ്സിൻ്റെ സേഫ്റ്റി എന്ന് വെച്ചാൽ അവരുടെ സുരക്ഷയും പ്രൈവസി സ്വകാര്യതയും കാത്തു സൂക്ഷിക്കാൻ അല്ലെങ്കിൽ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ട നടപടിക്രമങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണെന്നാണ് പറയുന്നത്. അണ്ടിൽ ദെൻ, അതുവരെ കോൾസ് ഫോർ ലീഗൽ ഇമ്മ്യൂണിറ്റി ആൻഡ് പബ്ലിക് കോൺഫിഡൻസ് വിൽ റിംഗ് ഹോളോ. ലീഗൽ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലീഗൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമപരമായിട്ടുള്ള. ലീഗൽ മീൻസ് നമ്മൾ കേട്ടോ ലീഗൽ നിയമപരമായിട്ടുള്ള എന്നുള്ളതാണ്. ലീഗൽ ലോഫുൾ എന്നൊക്കെ ഉണ്ടാണ്. ലോഫുൾ നിയമപരമായിട്ടുള്ള അല്ലേ? നിയമപരമായിട്ടുള്ള ലോഫുൾ എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ടുള്ള ലീഗലായിട്ടുള്ള ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ മുമ്പ് നമ്മൾ പറഞ്ഞ പ്രൊട്ടക്ഷൻ, നിയമപരമായിട്ടുള്ള ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി നിങ്ങൾ അതുപോലെ തന്നെ പബ്ലിക് കോൺഫിഡൻസ് നിങ്ങളെപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ലീഗൽ ഇമ്മ്യൂണിറ്റി. എന്ന് വെച്ചാൽ നിങ്ങളുടെ കമ്പനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായിട്ടുള്ള പ്രശ്നമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനകത്തു നിന്നൊക്കെയുള്ള സംരക്ഷണത്തിന് വേണ്ടിയും പബ്ലിക് കോൺഫിഡൻസ് എന്നാൽ ജനങ്ങളുടെ വിശ്വാസം. അപ്പം ഇതിനൊക്കെ വേണ്ടിയുള്ള നിങ്ങളുടെ ഡിമാൻഡ് കോൾസ് ഫോർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഡിമാൻഡ് റിക്വസ്റ്റ് ഒക്കെ വെറും ശൂന്യമായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഹോളോ എന്ന് പറഞ്ഞാൽ എംപ്റ്റി, ഒന്നുമില്ല, ശുഷ്കമായിരിക്കും. അകത്തൊന്നും ഇല്ലാത്തതിനാണ് ഹോളോ എന്ന് പറയുന്നത്. എംപ്റ്റി അല്ലെങ്കിൽ അൺഫിൽഡ് എന്നൊക്കെ പറയും. ഇപ്പം ഹോളോ 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 വേർഡ്സ് എംപ്റ്റി വേർഡ്സ് എന്നല്ല, ഒന്നുമില്ല, വെറും വാക്ക് മാത്രമേ ഉള്ളൂ. മനസ്സിലല്ല, അങ്ങനെയുള്ള അർത്ഥമാണ് ഹോളോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിങ്ങളുടെ പബ്ലിക് കോൺഫിഡൻസിനും നിങ്ങളുടെ ലീഗൽ ഇമ്മ്യൂണിറ്റിക്കും വേണ്ടിയുള്ള നിങ്ങളുടെ ഡിമാൻഡോ അല്ലെങ്കിൽ റിക്വസ്റ്റോ ഒക്കെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ വിൽ റിംഗ് ഹോളോ, അത് വെറും എന്താണ് ഒരു വാക്കായിട്ട് മാത്രം ഇങ്ങനെ നിൽക്കും അല്ലെങ്കിൽ നിലനിൽക്കും എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ പാരഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട ഇന്നത്തെ ഈ ചില സ്പെഷ്യൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വൊക്കാബുലറി. അപ്പോൾ ഇത് നമ്മൾ ഒത്തിരി ഇതിനകത്തിൽ കേൾക്കാത്ത വാക്കുകളുണ്ടായിരിക്കും. ട്രാൻസ്ഫോർമേറ്റീവ് പൊതുവെ കേൾക്കുവാൻ ചാൻസ് ഉണ്ടാകത്തില്ല. ട്രാൻസ്ഫോർമേറ്റീവ്, ഇൻഡിസ്പെൻസബിൾ, റാപ്പിഡ്, സ്കെയിലിംഗ്, റിവേഴ്സി കേട്ടിട്ടുണ്ടായിരിക്കാം. റിവേഴ്സിയൊക്കെ സാധാരണ നമ്മൾ പബ്ലിക് കോൺവെർസ് എന്താണ് മുഖ്യധാരകളൊക്കെ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന വാക്കാണ് പ്രിവസി. ക്യാരക്ടറൈസ്ഡ്, പിന്നെ കമ്പാറ്റബിൾ എന്നുള്ള കമ്പാറ്റബിൾ. ടാസ്ക്, കമ്പാറ്റബിൾ ടാസ്ക്. ട്രസ്റ്റ് കേട്ടിട്ടുണ്ട്. പിന്നെ സേഫ് ഹാർബർ കേട്ടിട്ടുണ്ടായിരിക്കാം. പിന്നുള്ളത് എൻഷുർ ആണ്. പിന്നുള്ളത് സേഫ് ഗാർഡാണ്. സേഫ് ഗാർഡ് പ്രൊട്ടക്ട് ചെയ്യാൻ നിൽക്കണം. മുമ്പ് ഞാൻ പറഞ്ഞില്ലയോ, ദ ആർമീസ് ടാസ്ക് ഈസ് ടു സേഫ് ഗാർഡ്. വേണമെങ്കിൽ നമുക്കൊന്ന് പറയാം. ദ ടാസ്ക് ഓഫ് ദ മിലിറ്ററി, ടാസ്ക് എന്ന് പറഞ്ഞാൽ ജോലി അല്ലെങ്കിൽ ഡ്യൂട്ടി. ദ ടാസ്ക് ഓഫ് എനി മിലിറ്ററി ഈസ് ടു സേഫ് ഗാർഡ് ദ ബൗണ്ടറി.
The task of any military is to safeguard the boundary from enemies' attack. From enemies' attack. ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്നും അതിർത്തി കാത്തു രക്ഷിക്കുന്ന ഡ്യൂട്ടി അല്ലെങ്കിൽ ജോലിയാണ് മിലിറ്ററിക്കുള്ളതെന്നാണ് പറയുന്നത്. അപ്പം സേഫ് ഗാർഡിനെ പ്രൊട്ടക്ട് ചെയ്യാന്നൊക്കെയുള്ള കാത്തു സൂക്ഷിക്കാതെ. പിന്നുള്ളത് ബിൽഡ് ഇൻഡ് നമ്മൾ പറഞ്ഞു. പിന്നെ ഇൻ്റഗ്രേറ്റ് വെച്ചാൽ സംയോജിപ്പിക്കുക അല്ലെങ്കിൽ ഉൾപ്പെടുത്തുക എന്നൊക്കെയുള്ളതാണ്. ഏതുമായിട്ടെങ്കിലും ഉൾപ്പെടുത്തുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്ന് മനസ്സിലാക്കാം. ഇൻ്റഗ്രേറ്റഡ് ഇൻ ടു ദി ലൈഫ് ഓഫ് ഇൻ്റഗ്രേഷൻ, അത് നമ്മൾ പറഞ്ഞതാണ് അർത്ഥം. മിക്സ് ചെയ്യുക, ഏതുമായിട്ടുള്ള ഫിറ്റ് ഇൻ ചെയ്യുക, സംയോജിപ്പിക്കുക, ജോയിൻ ചെയ്യുക എന്നൊക്കെയുള്ളതാണ്. പിന്നുള്ള ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ എന്നുള്ളതാണ്. എക്സെപ്ഷൻ, അതിനൊരു എക്സെപ്ഷൻ എന്നൊക്കെ നമ്മൾ അതിൻ്റെ എന്നുവെച്ചാൽ അവരുടെ ലീഗൽ ആയിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് അവർക്കൊരു പ്രൊട്ടക്ഷൻ, കുഴപ്പമൊന്നുമില്ല, വലിയ കമ്പനി ആയതുകൊണ്ട് നിങ്ങളെ വെറുതെ വിട്ടേക്കാം. അപ്പം അങ്ങനെയൊക്കെയുള്ള അവരുടെ ഡിമാൻഡ്, കോൾ ഫോർ ഡിമാൻഡ് ചെയ്യാന്നുള്ളതാണ്. പബ്ലിക് കോൺഫറൻസിൽ പൊതു ജനങ്ങളുടെ വിശ്വാസ്യത എന്നൊക്കെ ഉള്ളത്. റിംഗ് ഹോളോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു എം ടി ആയിട്ടുള്ള പാത്രത്തിലോ അല്ലെങ്കിൽ അതുപോലുള്ള ഇതിലൊക്കെ നോക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശബ്ദം കേൾക്കത്തില്ല. വെറും ഈ ഹോളോ ആയിട്ടുള്ള അല്ലെങ്കിൽ എം ടി ആയിട്ടുള്ള മുഴക്കം മാത്രം, അങ്ങനെ മാത്രം ആയിട്ട് നിലനിൽക്കുന്നതാണ് പറയുന്നത്. അപ്പം ഇതാണ് നമുക്ക് ഈ ഒരു പാരഗ്രാഫോട് ബന്ധപ്പെട്ട ഇതിൻ്റെ വേർഡ്സ്, അതിൻ്റെ മീനിങ്ങുകളും ഒക്കെ തന്നെ. ഞാൻ വേണമെങ്കിൽ പാരഗ്രാഫ് ഒന്നുകൂടെ ഒന്ന് വായിക്കാം. റീഡിങ് എക്സസൈസാണിത്. അപ്പം നമ്മൾ കൃത്യമായി വായിക്കാനിവിടെ നമ്മൾ ശീലിക്കുക. ഒട്ടുമിക്ക ആൾക്കാരുടെയും റീഡിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എന്താണ് നമുക്ക് ഒരു കുഴപ്പങ്ങളുണ്ട്. കാരണം അത് നമ്മളെ ട്രെയിൻ ചെയ്യുക, നമ്മൾ സ്ഥിരമായി വായിക്കുക, കേട്ട് ഇംഗ്ലീഷ് നന്നായി പറയാൻ അറിയുന്ന യൂട്യൂബിലൊക്കെ ഉണ്ട്. നമുക്ക് പല മറ്റ് വീഡിയോസും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷിൻ്റെ, കാരണം ഇംഗ്ലീഷ് വായിക്കുക എന്ന് പറയുമ്പം വേർഡ്സിൻ്റെ പ്രൊണൗൺസിയേഷൻ അറിയുക എന്നുള്ളതാണ് ശരിക്കും. അപ്പോൾ ഞാൻ പാരഗ്രാഫ് ഒന്ന് വായിക്കാം. AI or artificial intelligence can be transformative. Soon it may even become indispensable, but the rapid scaling of technology must not come at the cost of users' safety and privacy. The move fast and break things attitude that has long characterized Silicon Valley is not compatible with the difficult task of building public trust. As it continues to seek safe harbor protections, Big Tech must ensure that stronger safeguards are built into a technology that is rapidly getting integrated into the daily life of users. Until then, calls for legal immunity and public confidence will ring follow. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു പാരഗ്രാഫും അതിലെ വാക്കുകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.